നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം പേര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, അപ്പോൾ തിരിച്ച് യൂട്യൂബിലോട്ട് വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പഴയ ചാനലിൽ തന്നെ വീഡിയോസ് ഇടുന്നത് തുടരണോ അല്ല പുതിയ ചാനലിൽ വീഡിയോസ് ഇടണോ എന്നാണ് അവരുടെയൊക്കെ സംശയം. ഇന്ന് ഈ വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇനി വീഡിയോയിലോട്ട് നമ്മൾക്ക് കിടക്കാം. പലരും 1 മാസം 2 മാസം ഇല്ലെങ്കിൽ 6 മാസം കുറേ കാലം വീഡിയോസ് ഒന്നും അവരുടെ ചാനലിൽ ഇടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഇവിടെ നമ്മൾക്ക് സംസാരിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാം. അതായത് നിങ്ങളുടെ ചാനലിൽ 1 മാസം ഇല്ല 2 മാസം ഇല്ലെങ്കിൽ 6 മാസത്തോളം ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തൊക്കെ സംഭവിക്കാനാണ് സാധ്യതയുള്ളത്, മോണിറ്റൈസേഷന് എന്താവും, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾക്ക് എന്താണ് നടക്കുന്നതെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇവിടെ 2 സാഹചര്യങ്ങൾ പരിഗണിക്കാം. ഒന്നാമത് വലിയൊരു ചാനലും ഒരുപാട് അധികം സബ്സ്ക്രൈബേഴ്സുമുണ്ട്. നിങ്ങളുടെ ഫേസ് യൂട്യൂബിൽ വളരെ പോപ്പുലറാണ്, നിങ്ങൾ വളരെ പ്രശസ്തനായ ഒരു ക്രിയേറ്ററാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആക്റ്റീവായിട്ട് ഉണ്ട്, പക്ഷേ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നുമില്ല. സാഹചര്യത്തിൽ നിങ്ങൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടാലും അതിന് നിങ്ങൾക്ക് ധാരാളം വ്യൂസ് വരിക തന്നെ ചെയ്യും. എന്നെപ്പോലെയൊക്കെ ഒരു സാധാരണ ക്രിയേറ്ററാണെന്ന് വിചാരിക്കൂ. അതായത് ആഴ്ചയിൽ ഒരു 3 ദിവസമോ ഒരു 2 ദിവസമോ ഒക്കെ വീഡിയോസ് ഇടുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഒന്നും അല്ല, സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവുമല്ല, യൂട്യൂബിൽ മാത്രമേ വീഡിയോസ് ഇടാറുള്ളൂ. അപ്പോൾ എന്ത് സംഭവിച്ച കുറച്ച് ദിവസം നിങ്ങൾക്ക് അസുഖമോ എന്തെങ്കിലും കാരണങ്ങളോ ഒക്കെ കൊണ്ട് യൂട്യൂബിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ 2-3 മാസമൊക്കെ വീഡിയോസൊക്കെ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് മിക്കവാറും ലോ വ്യൂസ് തന്നെയായിരിക്കും വരാനായിട്ട് സാധ്യത. സാഹചര്യത്തിൽ നിങ്ങൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഒരു 100-200 വ്യൂസൊക്കെ കുറവായിട്ട്, വലിയ അധികമായിട്ടും വ്യൂസ് ഒന്നും വരാതെ കുറവായിട്ട് തന്നെയായിരിക്കും വ്യൂസ് വരുന്നത്. സാഹചര്യത്തിൽ എന്തായാലും നമ്മൾ ചിന്തിക്കും, ഈ ചാനലിൽ തന്നെ തുടരണോ അല്ല പുതിയ ചാനൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണോ. കാരണം എല്ലാവരും യൂട്യൂബിൽ വരുന്നത് മോണിറ്റൈസേഷൻ ചെയ്ത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മോണിറ്റൈസ് ആയ ചാനലാണ് നിങ്ങളുടേതെങ്കിൽ, ഇപ്പോൾ വേറൊരു ചാനൽ പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിന് വാച്ച് അവേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ഇതൊക്കെ കൊണ്ട് എത്തിക്കുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു ചാനൽ ഉണ്ടാക്കിയാലും ശരി, നിലവിലുള്ള ചാനലുകൾ കൊണ്ട് മുമ്പോട്ട് പോയാലും ശരി, 2 രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരേപോലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തന്നെ ആയിരിക്കും നേരിടേണ്ടി വരുന്നത്. പുതിയ ഒരു ചാനലാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ചെറിയൊരു ബെനിഫിറ്റ്, യൂട്യൂബ് വന്നിട്ട് പുതിയ ചാനൽ കുറച്ച് അധികം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥ തന്നെയാണ്. ഇങ്ങനെയാണ് യൂട്യൂബ് ടീം ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പുതിയ ചാനലായിട്ടും തുടങ്ങാം, ഇല്ലെങ്കിൽ നിലവിലുള്ള ചാനലിൽ തുടരുകയും ചെയ്യാം. പഴയ ചാനലിൽ തന്നെ നിങ്ങൾ കുറച്ച് ട്രെൻഡിങ് ടോപ്പിക്സിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ അതിലും കുറച്ച് വ്യൂസൊക്കെ കൂടാനായിട്ട് തുടങ്ങും. പഴയ സ്ഥിതിയിലോട്ട് എത്താനായിട്ട് അതിന് വളരെയധികം സാധ്യതയുമുണ്ട്. നിങ്ങൾ 6 മാസത്തോളം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്നും ഇട്ടില്ല, യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് മെയിൽ വരും. കാരണം മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ അതിന് ഡീമോണിറ്റൈസ് ആക്കാൻ യൂട്യൂബ് ചെയ്യും ഈ 6 മാസം ആക്റ്റീവ് അല്ലാത്ത ചാനലുകൾക്കൊക്കെ. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിലെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പിന്നെയും ചാനലിൽ ആക്റ്റീവായിട്ട് നല്ല വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. തന്നെ ഇടാൻ നോക്കുക. കാരണം ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ മാനസികമായിട്ടും ഡീമോട്ടിവേറ്റ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പരമാവധി ശ്രമിച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. പുതിയ ചാനൽ തുടങ്ങണോ, നിലവിലുള്ള ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇങ്ങനത്തെ ഒരു മാനസികമായിട്ടുള്ളൊരു സംഘർഷത്തിനൊന്നും ഇടവരാതെ കഴിയുന്നതും നിങ്ങളുടെ ചാനലിനെ ലൈവായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിൽ ഏറ്റവും നല്ല ഒരു
തീരുമാനം. അപ്പോൾ ഒഴിവാക്കാനാവാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വീഡിയോസ് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിലും ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. തിരിച്ച് യൂട്യൂബിൽ വന്നിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം വരയ്ക്കും. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ശരിയായിട്ട് അതിനൊരു പാഷനുണ്ട്, അതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല വഴി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതുപോലെ നല്ല ഒരു വിഷയമായിട്ട് നമുക്കുടനെ കാണാം. അതുവരേക്കും ബൈ.